Hi friends, in the പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഹോം മെയ്ഡ് പനീർ ഉണ്ടാക്കിയാലോ. അതേപോലെ തന്നെ ആ പനീർ കൊണ്ടൊരു നല്ലൊരു ബുർജി ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ബുർജി. ആദ്യം തന്നെ ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 1/2 ലിറ്റർ പാൽ ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാനൊരു 1.5 സ്പൂൺ വിനെഗർ ആഡ് ചെയ്തു. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സിമ്മിലിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ടാവും. ഇതേപോലെ ആവും. ഇതേപോലെ ഒറ്റയായിട്ട് ഇങ്ങനെ മാറിക്കിടക്കും. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാം. ഞാനിപ്പോൾ അരിപ്പയിൽ മുകളിലായിട്ട് ഒരു തുണി ഇട്ടിട്ടുണ്ട്. ആ തുണിയിൽ നമ്മുടെ പനീർ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം കളയുക. ഇതുപോലെ നെക്കി കളയോ പിഴിഞ്ഞ് കളയോ ഒക്കെ ചെയ്യാം. നല്ലോണം പിഴിയുക. നല്ലോണം ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകിയെടുക്കുക. ഇതുപോലെ ചിക്കി എടുക്കുക. ഒരു നുള്ളു പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തുണിയിൽ തന്നെ നല്ലോണം പൊതിഞ്ഞ് നല്ലോണം പ്രസ് ചെയ്ത് ഇതേപോലെ പൊതിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെക്കുക. ആ പ്ലേറ്റിന് അതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പനീർ റെഡിയാവും. ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹോം മെയ്ഡ് പനീർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അതെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം സോഫ്റ്റ് ആയോ എന്ന്. നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതേ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ പനീർ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പച്ചമുളകും കറിവേപ്പില, ഒരു സവാള, ഹാഫ് തക്കാളി, ഒരു തക്കാളിയുടെ പകുതി എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മുഴുവനായിട്ട് എടുക്കുക. പിന്നെ ഒരു പാൻ വെക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ 1 സ്പൂൺ ജീരകം ആഡ് ചെയ്യുക. ജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ ആഡ് ചെയ്യുക. സവാളയ്ക്കല്ല, നമ്മുടെ ബുർജിക്ക് പാകമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഫ്രൈ ആയതിനു ശേഷം ഒരു 1/2 സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക.
അതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അത് ഏകദേശം ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഹോം മെയ്ഡ് പനീർ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹോം മെയ്ഡ് പനീർ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ പനീർ ബുർജിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.